ഇതെന്താ കൊറേ പൂളക്കിഴങ്ങേറ്റ് ഇന്ന് നമുക്ക് മക്കളെ കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ ഐറ്റമാണ്. അതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ കോഴിക്കാല്. കോഴിക്കാല് പറഞ്ഞ കോഴിയുടെ കാലൊന്നും വേണ്ടട്ടാ. എന്താ ഈ പൂളക്കിഴങ്ങ് വെച്ച് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. അപ്പൊ കാണാം. ഞാനതിന് വേണ്ടി 1/2 കിലോ പൂളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇനി നമുക്ക് തോലൊക്കെ കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി എടുക്കാം. ദാ ഇതേപോലെ നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് നമുക്ക് എടുക്കാം. കണ്ടില്ലേ? ഇപ്പോൾ എല്ലാതും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് പ്രധാനമായിട്ട് അരിയണ സംഭവമാണ്. അത് നമുക്കിനി അരിഞ്ഞെടുക്കാം. ദാ ഇതിനെ നമുക്ക് 2 കഷ്ണമാക്കിയിട്ട് മുറിക്കാം. നീളത്തിലാണ് അരിയേണ്ടത് കേട്ടോ. ദാ നല്ല മൂർച്ചയുള്ള കത്തി വേണം അരിയാൻ. ഇങ്ങനെ കനം കുറച്ച് ഇങ്ങനെ അരിഞ്ഞെടുക്കുക. ഇതാ ഇങ്ങനെ ഒരു സതിരമായിട്ട് അരിഞ്ഞെടുക്കുക. വല്ലാതെ കനം കൂടാൻ പാടില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് മൊരിഞ്ഞ് കിട്ടില്ല പൊരിക്കുമ്പോൾ. ഇത് കണ്ടില്ലേ, ഈ കനത്തിന് ഈ നീളത്തിൽ നമുക്ക് എല്ലാതും അരിഞ്ഞെടുക്കാം. അതേപോലെ എല്ലാതും അരിഞ്ഞെടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് ഇവിടെ മാറ്റി വെക്കാം. അതെന്തിനാന്ന് ചോദിച്ചാൽ ഇതിൽ കട്ടുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ടൊന്ന് കഴുകി ഊറ്റിയെടുക്കുക. ഇത് കഴുകുമ്പോൾ ഇളക്കുമ്പോൾ സൂക്ഷിച്ച് വേണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഒടിഞ്ഞു പോകും. നമുക്ക് വാരിയിട്ടൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് കനം കുറച്ച് റൗണ്ടിൽ അരിഞ്ഞെടുത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകം ഒന്ന് ചതച്ചതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 10 ഇല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും ചതച്ചിട്ടിട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി തോല് കളയാതെയാണ് ചതച്ചിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിൽ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഇച്ചിരി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. നല്ല നൈസ് പൊടി വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. കടലമാവ് മതിയാവണില്ലെങ്കിൽ നമ്മൾ കുഴയ്ക്കുമ്പോൾ ലേശം കൂടി ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടി നമ്മൾ പത്തിരിക്കൊക്കെ പൊടിക്കുന്ന നൈസ് പൊടിയാണ് കേട്ടോ. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ 2 ടേബിൾ സ്പൂണ് കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീർ മുളക് പൊടി ഇടുകയാണെങ്കിൽ നമുക്ക് എരിവും കുറച്ച് കിട്ടും, കളറും കിട്ടും. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ സാധാ മുളക് പൊടി ഇടുമ്പോൾ നല്ല എരിവുണ്ടാവും. അതുകൊണ്ടാണ് കാശ്മീർ മുളക് പൊടി ഇടുന്നത്. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂണ് കിര മസാലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മെല്ലെ ഇതൊക്കെ പാടെ ഒന്ന് മിക്സാക്കി എടുക്കാം കുഴച്ചിട്ട്. അപ്പം നമ്മൾ കുഴയ്ക്കുമ്പോൾ പതുക്കെ കുഴയ്ക്കാൻ പാടുള്ളൂ. ഇത് ഉടഞ്ഞു പോകും. ഉടഞ്ഞു പറഞ്ഞാൽ പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് പതുക്കെ ഇളക്കണം പറഞ്ഞത്. ഇത് കണ്ടില്ലേ മക്കളെ, എല്ലാ സ്ഥലത്തും മാവൊക്കെ എത്തി നല്ല കഷ്ണങ്ങളിലൊക്കെ മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇച്ചിരിച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴയ്ക്കണം. നോക്കി നോക്കി കുഴയ്ക്കണം കേട്ടോ. വെള്ളം കൂടിപ്പോയാൽ എന്തുണ്ട് വെച്ചിട്ടാ ആകെ വെള്ളം പോലെ ആകും. പിന്നെ നമുക്ക് കടലമാവ് ഇടേണ്ടി വരും. മാവിട്ടിട്ട് പിന്നെ അത് നമുക്ക് പൊരിക്കാൻ കിട്ടുന്നത് വരെ മാവിട്ട് കൊടുക്കണം. അതിനാണ് പറഞ്ഞത് ഇച്ചിരിച്ചാ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയെന്ന്. ഇപ്പം നമ്മുടെ
മസാലയൊക്കെ നന്നായിട്ട് എല്ലായിടത്തും പിടിച്ച് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേമാതിരി വേണം കുഴച്ചെടുക്കാൻ. ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ ഇങ്ങനെ കട്ട കുത്തി നിൽക്കണം, കണ്ടില്ലേ? ഇതേപോലെ നിൽക്കണം. അപ്പം ഇതിലിപ്പോൾ ഞാൻ ഇട്ടതൊക്കെ റെഡിയാണ്. പക്ഷെ ഇത് അതുപോലെ കിട്ടണില്ലെങ്കിൽ ലേശം കൂടി കടലമാവിട്ടിട്ട് ലേശം കൂടി വെള്ളം ഒഴിക്കണം. ഇതിന് ഞാൻ 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പം നോക്കി നോക്കി ഒഴിച്ചത് കൊണ്ട് എനിക്കിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ മക്കളെ. അപ്പം നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഇത് കുഴയ്ക്കുമ്പോൾ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ പത്തിരിക്കോ കുഴയ്ക്കണ പോലെ ഒന്നും കുഴയ്ക്കാൻ പാടില്ല. നമ്മൾ എത്രയോടെ ക്ഷമയോടെ വേണം പതുക്കെ ഇങ്ങനെ കുഴച്ചെടുക്കാൻ. അതില്ലെങ്കിൽ എന്തുണ്ടെച്ചിട്ടാ ഈ കഷ്ണങ്ങൾ നീളമുള്ളതല്ലേ, നീളമുള്ളത് കാരണം നമ്മൾ വല്ലാതെ ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടിപ്പോവും. പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പതുക്കെ കുഴയ്ക്കണം പറഞ്ഞത്. ഇത് ഉണ്ടാക്കുമ്പോൾ നല്ല ക്ഷമ വേണം കേട്ടോ മക്കളെ. ഇനി നമുക്കിതൊക്കെ പൊരിച്ചെടുക്കാം. അതിനൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. ഇനി നമുക്ക് ചട്ടിയിൽ കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഓയിലാണ് പൊരിക്കണത് കേട്ടോ. ഇപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ആക്കിയിട്ടാണ് ഇടുക കേട്ടോ. മക്കളെ ഇതിനിങ്ങനെ മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. ഇത് നമ്മുടെ കോഴിക്കാല് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇട്ട ഉടനെ ഇളക്കി കൊടുക്കരുത് കേട്ടോ മക്കളെ. ഇട്ട ഉടനെ ഇളക്കി കൊടുത്താൽ പൊടിഞ്ഞു പോകും. ഞാൻ ചെറിയ കോഴിക്കാലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, കണ്ടില്ല? നിങ്ങൾക്ക് വലിയ കോഴിക്കാല് വേണമെങ്കിൽ ഒരു പിടിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ പൂളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കിയ കോഴിക്കാല് ഒരു റിപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കോരിയെടുക്കാം. ഇനി നമുക്ക് അടുത്ത റിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഉരുട്ടുമ്പോഴേ നോക്കണം കേട്ടോ, പൊട്ടാണ്ട് വേണം ഇത് വാരിയെടുക്കാൻ. അതുകൂടി ഇനി ആയി വരട്ടെ. നമുക്ക് എല്ലാം ഇതേപോലെ പൊരിച്ചെടുക്കാം. അങ്ങനെ മക്കളെ നമ്മുടെ എല്ലാ കോഴിക്കാലുകളും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. മക്കളെ നമ്മുടെ കോഴിക്കാലൊക്കെ പൊരിഞ്ഞ് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? കൈ പിടിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ല മൊരിഞ്ഞിക്കണെന്ന്. അപ്പോൾ ഞാനാട്ടോ ടേസ്റ്റ് ചെയ്യാൻ പോണത്. ഇത് ആദ്യം കോഴിക്കാലെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ മറ്റേ കോഴിയുടെ കാലാണെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെയാണ് മനസ്സിലായത് പൂളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു അടിപൊളി സാധനമാണ്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ എന്താ പറയുക, കണ്ണൂരുകാരുടെ കോഴിക്കാല് കഴിക്കാൻ കണ്ണൂർക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ അമ്മ? അതെ. പുറത്തത്തെ കഷ്ണങ്ങളൊക്കെ നല്ല മൊഴിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട്. ഉള്ളിലും ചെറിയ സോഫ്റ്റ്.